എൻ്റെ മേലുള്ള മുൻവിധികൾ ഭീകരമായിരുന്നു. സ്തോത്രം. ഞാൻ 14-ാമത്തെ വയസ്സിൽ എനിക്കൊരു വാഹനാപകടം ഉണ്ടായി ഞങ്ങളുടെ വീടിനടുത്ത് വെച്ച്. ആ അപകടത്തിൽ എൻ്റെ വലങ്കരത്തിൻ്റെ അസ്ഥികളെല്ലാം ഒടിഞ്ഞു പോയി. ഇടത് കൈയുടെ ഒരു ചൂണ്ടുവിരൽ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ ലിവർ പൊട്ടിപ്പോയി. വൈദ്യശാസ്ത്രം എന്നെ എഴുതിത്തള്ളി, പക്ഷെ ദൈവം എന്നെ എഴുതിത്തള്ളിയില്ല. കർത്താവ് എന്നെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. 14 വയസ്സിലാ, കൊച്ചു പയ്യനാ. അത് കഴിഞ്ഞ് 18-ാം വയസ്സിൽ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ വലത്തെ കാലിൽ ക്യാൻസർ എന്ന മാരക രോഗം വന്നു. സ്തോത്രം. ആദ്യത്തെ രോഗം അങ്ങനെ വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. ഒരു കാലിൽ ഒരു കുഞ്ഞു മുഴയുണ്ടായിരുന്നു. അത് സർജറി ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് വരുന്ന സമയത്താണ് ഇത് ക്യാൻസറാണെന്ന് അറിയുന്നത്. അന്ന് ഞങ്ങളുടെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ നോർമൽ. എൻ്റെ പപ്പ ഒരു കൂലിപ്പണിക്കാരനാണ്. എൻ്റെ അമ്മ കശുവണ്ടി ഫാക്ടറി പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധാരണ കുടുംബത്തിൽ ഇതുപോലൊരു മാരക രോഗത്തിൻ്റെ സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ വല്ലാതെ ഷെയ്ക്കായിപ്പോയി. RCCയിൽ പോയി കാല് വീണ്ടും സർജറി ചെയ്തു. 2ാമത്തെ സർജറി കഴിഞ്ഞ് അവർ രോഗം ഐഡൻറ്റിഫൈ ചെയ്തു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മറ്റ് ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ 28 തവണ എൻ്റെ വലത്തെ കാലിൽ റേഡിയേഷൻ ചെയ്തു. 6 പ്രാവശ്യം കീമോതെറാപ്പി ചെയ്തു. ശരീരത്തിൽ പറയാനൊരു മിനിറ്റേ ഉള്ളൂ, ചെയ്യാനൊരു വർഷം എടുത്തു. ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും മാറി മറിഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നിലവാരത്തിൽ തകരാമോ അതിൻ്റെ ഏറ്റവും പീക്കസ്റ്റ് ലെവലിലേക്ക് ഞങ്ങളെത്തി. തകർന്ന് തരിപ്പണമായി എല്ലാ തരത്തിലും. അതിലുപരി ഞാൻ മാനസികമായിട്ട് വല്ലാതെ തകർന്നു. 18 വയസ്സിൽ ഇതുപോലൊരു മാരക രോഗത്തിൻ്റെ പിടിയിൽ അമർന്നാൽ ഏതു മനുഷ്യനും ഉണ്ടാകുന്ന തളർച്ച എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ ഒത്തിരി മുൻവിധികൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ വല്യപ്പച്ചൻ, അപ്പൻ്റെ അപ്പൻ, ക്യാൻസർ വന്ന് മരിച്ചു പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു കൊട്ടം മണ്ണ് വീണിട്ട് തലമണ്ടയ്ക്ക് അത് ബ്ലഡ് ക്ലോട്ടായി കിടന്ന് അങ്ങനെ ക്യാൻസർ വന്നതാണ്. എൻ്റെ പപ്പയുടെ ജ്യേഷ്ഠൻ മരിച്ചതും ക്യാൻസർ വന്നിട്ടാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര മദ്യപാനിയായിരുന്നു. പുള്ളിയുടെ വയറ്റിൽ കുടലെല്ലാം ഈ ചൂട് ചാരായം വാറ്റി കുടിച്ചിട്ട് ആ ചൂട് മദ്യം ചെന്ന് വയറെല്ലാം ചീത്തയായി പോയിട്ട് പുള്ളിക്ക് രോഗം വന്നാൽ പുള്ളി മരിച്ചു. എനിവേ, ഈ ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന ലോകം പറഞ്ഞു. അവരൊക്കെ കുറച്ച് നാൾ ചികിത്സിച്ചപ്പോഴേ മരിച്ചുപോയി. അതുകൊണ്ട് ലോകം പറഞ്ഞു ഞാൻ ആ ക്ലാനിൽപ്പെട്ട ആളാണെന്നല്ലോ, വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. അങ്ങനെ ആൾക്കാർ പറഞ്ഞു ഇത് പാരമ്പര്യ രോഗമാണ്, അവരെല്ലാം മരിച്ചതുപോലെ യവനും ഉടനെ മരിക്കും. സ്തോത്രം. ഞങ്ങളുടെ ഈ വാർത്തയെപ്പറ്റി അറിയാവുന്ന വിശ്വാസിയാണോ അവിശ്വാസിയാണോ അറിയാൻ വയ്യാത്ത ഒത്തിരി പാസ്റ്റർമാർ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ദൈവഹിതം നിറവേറണമെന്ന്. എന്തോ ഈ പറഞ്ഞതെന്നറിയാം? ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്തോത്രം. അങ്ങനെ പറഞ്ഞവരുണ്ട്. സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വേളി വന്ന് വീഴുന്ന ഈ മുൻവിധിയുടെ തീയമ്പുകളെ ഭേദിക്കാൻ തക്ക വിശ്വാസം അകത്തില്ല. സ്തോത്രം. ചരിത്രം അങ്ങനെയാണ്. നമ്മുടെ മുൻപിൽ നിൽക്കുന്നവരെ നോക്കിയാൽ നമുക്കത് ആ സമയത്ത് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ മുൻവിധിച്ച് ഞാൻ ഏതാണ്ട് മരണം കാണാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത അപക്വമായ എൻ്റെ മനസ്സിലേക്ക് വന്നടിച്ചു. അതേ സമയത്ത് എന്നോടൊപ്പം ചികിത്സയിലുണ്ടായിരുന്ന ഒരു ദൈവദാസൻ്റെ ഭാര്യ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കണ്ട് പരിചയപ്പെട്ടതാണ്. ഒരു ദൈവദാസൻ്റെ ഭാര്യ. ആ ചേച്ചി എന്നേക്കാൾ അന്നൊരു 5-6 വയസ്സിന് മൂപ്പ് കാണുമായിരിക്കും. പുള്ളി എൻ്റെ കാലിൻ്റെ ഈ ഭാഗത്താണ്, പുള്ളിക്കാരിൻ്റെ കുറച്ചുകൂടെ മേളിലായിട്ടായിരുന്നു. സെയിം രോഗമായിരുന്നു. എൻ്റെ 4ാമത്തെ കീമോയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ ജോജി ജോൺ എന്ന് പറയുന്നൊരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം വളരെ വേദനയോടെ ആ എമർജൻസി ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ടു. എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ അവിടെ ഔട്ട് കയറി ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അടുത്തേക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് മനസ്സിലായില്ല കാര്യം എന്താന്ന്. അല്പനേരം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു മുഖം മറച്ച ഒരു സ്ട്രെച്ചർ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരുന്നു. അടുത്ത് വന്നപ്പോൾ പുള്ളി അതിൻ്റെ മുകളിലേക്ക് കമന്ന് വീണു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ആ പ്രിയപ്പെട്ടവൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അന്ന് ഞാൻ ഉറപ്പിച്ചു, എൻ്റെ അകത്തും ആ മുൻവിധിയുടെ സ്വാധീനം വല്ലാതെ വർദ്ധിച്ചു. ഞാൻ വിചാരിച്ചു അവർ പോയ വഴിയെ വലിയ താമസമില്ലാതെ ഞാൻ പോവും. പക്ഷെ ഇന്നും ഞാൻ ജീവനോടെ കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് നിൽക്കുന്നു. പക്ഷെ പ്രതിസന്ധി പിന്നെ ഉണ്ടായി, കുറേ പ്രതിസന്ധികളുണ്ടായി. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളുടെ ഇതുപോലൊരു കൂട്ടായ്മയ്ക്കകത്ത് ഞങ്ങളുടെ സഭയിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് എന്നോട് ഇടപെടുവാനിടയായി. സ്തോത്രം. ഞാൻ ആ വാക്കുകളൊക്കെ കേട്ട് രാത്രി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അന്ന് താൽക്കാലികമായൊരു ഷെഡിനകത്താണ് താമസിക്കുന്നത്.
എനിക്ക് ഉറക്കമില്ല, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അത് ഭാരം കൊണ്ടല്ല, എൻ്റെ അകത്ത് എന്തോ ഒരു പ്രത്യേക സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ഈ വിശ്വാസത്തിനകത്ത് ജനിച്ചു വളർന്ന ആളാണെങ്കിലും ഇതിൻ്റെ ഒരു ആഴത്തിലേക്കൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. സ്തോത്രം. ഞാൻ കേവലം കടൽക്കരയിൽ നിന്ന് തിരമാലയിൽ കാല് നനയ്ക്കുന്ന ഒരു സാധാരണ വിശ്വാസി. പ്രിയപ്പെട്ടവരെ, അഗാധമായ സമുദ്രമാണ് അപ്പുറത്ത് കിടക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങണം ആ വിശ്വാസത്തിനകത്തോട്ട്. അതിനകത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ നീന്താനൊക്കെ പഠിക്കുന്നത്. ഈ കരയിൽ നിന്നിടയ്ക്ക് കാല് നനച്ചാൽ കാര്യം നടക്കുകയല്ല. സ്തോത്രം. അന്ന് ദൈവം എന്നെ ഇറങ്ങാൻ പഠിപ്പിച്ചു. സ്തോത്രം. കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും, എനിക്ക് നിന്നെപ്പറ്റി വലിയ ഉദ്ദേശങ്ങളുണ്ട്. എൻ്റെ അകത്ത് ആ ദൈവിക ബോധം ഉണ്ടായപ്പോൾ ക്യാൻസറിനെ പറ്റിയുള്ള ഭയം എനിക്ക് നഷ്ടപ്പെട്ടു. സ്തോത്രം. ആത്മാവ് എന്നെ ബലപ്പെടുത്താൻ തുടങ്ങി. പിന്നെ രോഗം മാറിയില്ല കേട്ടോ, പിന്നെയും പോയി കീമോകൾ. അങ്ങനെ 6 കീമോ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗത്തിന് ശമനം ഉണ്ടായി. ദൈവം എനിക്ക് ആശ്വാസം വരുത്തി. അന്ന് ദൈവസന്നിധിയിൽ ആ സമയങ്ങളിലാണ് എൻ്റെ അകത്ത് എൻ്റെ മേലുള്ള വിളിയെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് എനിക്ക് കർത്താവ് തരുന്നത്. അങ്ങനെ ഞാൻ അന്നായിരുന്ന പശ്ചാത്തലത്തിൽ സെമിനാരികളിലൊക്കെ പോയി വചനമൊക്കെ പഠിച്ചു. 4-5 വർഷം ഇങ്ങനെ സെമിനാരികളിലൊക്കെ പോയി വചനമൊക്കെ പഠിച്ചു. ആ സമയത്ത് ഈ 5 വർഷവും ഞാൻ ചെക്കപ്പിന് പോകും. ഈ 5 വർഷവും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ. 5-ാമത്തെ വർഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ട, യു ആർ കംപ്ലീറ്റ്ലി ഹീൽഡ് എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും പോലെ ആരോഗ്യത്തോടെ, എനിക്ക് റേഡിയേഷനൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കാലിന് വേറെ ബലഹീനതയൊന്നുമില്ല. ഞാൻ വളരെ ഹെൽത്തിയാണ്, നോർമലാണ്, ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ എൻ്റെ 27 വയസ്സ് വരെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ 6-8 വർഷം കൊണ്ട് എൻ്റെ ആത്മീയ നിലവാരത്തിന് ഒരുപാട് വ്യത്യാസം വന്നു. കാരണം ഞാൻ ഈ സെമിനാരി ജീവിതവും സുവിശേഷ വേലയോടുള്ള അത്തരത്തിലുള്ള പോക്കും യാത്രകളും വരവും എല്ലാം ഒക്കെ ആയി നമ്മൾ കുറേ മോൾഡായി. സ്തോത്രം. വിശ്വാസം ഇപ്പം നല്ലപോലെ ഉണ്ട്. സ്തോത്രം. പക്ഷേ 27-ാം വയസ്സിൽ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും ഈ മാരകരോഗം എൻ്റെ കാലേ വന്നു. സ്തോത്രം. ദുഷ്ടൻ്റെ തീയമ്പുകളെ നാം തടുക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും വിശ്വാസമുള്ളവരാണോ എന്ന് അന്നേരമാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ ആടിപ്പാടി സന്തോഷിച്ച് എല്ലാം ഓക്കെ ആയിട്ട് പോകുമ്പോൾ അന്നേരം നമുക്ക് കൂട്ടത്തിൽ പാടാൻ എളുപ്പമാണെന്ന് പറയുന്ന പോലെ അന്നേരം വളരെ എളുപ്പമാണ്. പക്ഷെ നീ ഒറ്റപ്പെട്ടു പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്. അന്നേരമാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളെ നമുക്കറിയാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പം കൂട്ടത്തിൽ പാടാൻ എല്ലാവരും ഉണ്ട്, ആത്മാവിൽ ആരാധിക്കാൻ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങുമ്പോൾ, സ്തോത്രം, അവിടെയാണ് ശരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവരാരാന്ന് നമ്മൾ അറിയുന്നത്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. പത്രോസിനെ യേശു വിളിച്ചു, നീ എൻ്റെ അടുത്തോട്ട് വരാൻ പറയും അല്ലേ? പത്രോസ് അങ്ങോട്ട് ആവശ്യപ്പെട്ട, കർത്താവേ നീ ദൈവപുത്രനെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരേണ്ടതിന് കൽപ്പിക്കുക. പത്രോസ് പടയേന്നിറങ്ങി അടുത്തോട്ട് പോയപ്പോൾ കർത്താവ് അവനെ വിളിച്ചു, അല്പവിശ്വാസിയേ നീ എന്തിന് സംശയിച്ചു? എൻ്റെ ഭാഷയിൽ ഞാൻ പറയാറുണ്ട്, പത്രോസിന് അല്പമെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ബോട്ടയിൽ ഇരുന്നവന്മാർക്കോ ഒരെണ്ണം ഇറങ്ങിയിട്ടില്ല. അതിനകത്ത് യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനെന്ന് അവകാശപ്പെടുന്ന യോഹന്നാൻ അടക്കം പടകിലുണ്ട്. അവരാരും ഇറങ്ങിയില്ല. കുഞ്ഞെ, നിൻ്റെ മേലുള്ള വിളി പ്രത്യേകതയുള്ളതാണെങ്കിൽ ചിലപ്പോൾ പടകിൽ നിന്ന് ഇറങ്ങാൻ നിന്നെ അവൻ വിളിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നീ മുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. നിൻ്റെ കൂടെ നിന്നവർ നിന്നെ കളിയാക്കുക. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പത്രോസിനെ അന്ന് മുതലവന്മാരെല്ലാം നമ്മൾ ഇന്നത്തെ സഭ പോലും വിളിക്കുന്നത് അല്പവിശ്വാസിന്നാ, ഇല്ലയോ? അന്ന് അവൻ്റെ തലയ്ക്ക് വീണൊരു പേരാ, അത് കുറ്റപ്പേരാ, ഇല്ലയോ? പക്ഷേ ആ അല്പവിശ്വാസം കൊണ്ട് അവൻ കടലിന്മേൽ നടന്നു. സ്തോത്രം. അവനെ നാഥൻ കരം പിടിച്ചു. സ്തോത്രം. അവനെ കൊണ്ട് 5000-ത്തെയും 3000-ത്തെയും ഒക്കെ രക്ഷയിലേക്ക് നയിപ്പാൻ കർത്താവ് ഉപയോഗിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേലുള്ള വിളി അത്ര വലുതാകൊണ്ട് ദൈവം നമ്മളെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ആമേൻ, പടകില്ലേലും ഈ കടലിൻ്റെ മേളിൽ കൂടെ നടക്കും. സ്തോത്രം. 27-ാം വയസ്സിൽ ഈ മാരക രോഗം വീണ്ടും എൻ്റെ മേൽ വന്നു. ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ എനിക്ക് കൊടുക്കേണ്ടി വന്ന വില ചെറുതല്ല. 27-ാം വയസ്സിലെ വരവ് ഒരു വല്ലാത്ത വരവായിരുന്നു. വിവാഹമൊക്കെ കഴിക്കാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ ആ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും രോഗം ഉണ്ടാകുന്നു. ആ സമയത്ത് ഞാൻ തിരുവല്ലയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം നിർത്തി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. കാല് സർജറി ചെയ്തു. സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു 3-ാമത്തെ ആഴ്ചയിൽ ആ സർജിക്കൽ വൂണ്ട് അതിൻ്റെ സ്റ്റിച്ച് റിമൂവ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഓപ്പണായിപ്പോയി. അതായില്ല, ആ വൂണ്ട് ഹീൽഡ് ആയില്ല. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, അത് ഈ പ്രീവിയസ് റേഡിയേഷൻ്റെ ഒരു അതിപ്രസരം കൊണ്ട് അവിടെ സർക്കുലേഷൻ വളരെ കുറവായിരുന്നു.
മാത്രമല്ല 3-4 സർജറി ആയപ്പോഴത്തേക്ക് ആ ഭാഗത്തെ കുറേ സ്കിന്നും ഫ്ലഷും ഒക്കെ പോയിട്ട് ഭയങ്കര കൺജസ്റ്റഡായി. അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് അതങ്ങ് പൊട്ടിപ്പോയി. ഒരു വൈറ്റിഷ് കളറിൽ ഞാനിങ്ങനെ എൻ്റെ ബോൺ, ഫ്രണ്ടിലത്തെ ബോൺ, നമുക്ക് ടിബിയ എന്ന് പറഞ്ഞ കാലിൻ്റെ മുൻവശത്തുള്ള ബോൺ വിസിബിളായിരുന്നു. അങ്ങനെ ഇരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. 2017 ഡിസംബർ 26 മറക്കാനാവാത്തൊരു ദിവസമാണ്. എൻ്റെ വീട്ടിന് മുമ്പിൽ ഒരു ചെറിയ റാമ്പുണ്ട്. ആ റാമ്പിൽ ഞാൻ കാല് ഇങ്ങനെ ഒന്ന് സ്ലിപ്പായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വീണു. ഇങ്ങനെ ഒന്ന് സ്ലിപ്പായതാണ്. ആ സ്ലിപ്പായപ്പോൾ ഇവിടെ ഈ കാലിൻ്റെ ആങ്കിൾ എന്ന് പറയുന്ന താഴെ ആ കണ്ണിൻ്റെ ഭാഗത്ത് വരേണ്ട ആ മടക്ക് അവിടെ കൊണ്ട് മടങ്ങിയില്ല. സംഭവിച്ചത് കാലിൻ്റെ അല്പം കൂടെ മേൽഭാഗത്ത് ബലഹീനമായിരുന്ന ഭാഗം വെച്ച് ഒടിഞ്ഞങ്ങ് പോയി. ഞാൻ വീട്ടുമുറ്റത്ത് വീണു. എൻ്റെ 80 കിലോ ഭാരം എൻ്റെ കാലിന് താങ്ങാൻ പറ്റിയില്ല. ഈ സൈഡിലോട്ട് കാൽ ഒടിഞ്ഞങ്ങ് പോയി. ഒടിഞ്ഞ ഭാഗം വന്നങ്ങ് നിലത്ത് കുത്തി. അതുപോലെ ഭീകരമായിട്ടങ്ങ് ഒടിഞ്ഞു. കാല് രണ്ടായി. ഞാൻ മുറ്റത്ത് വീണു. എന്നെ ഓടിക്കൂടിയവരെല്ലാം കൂടെ ഒരു ആംബുലൻസ് വിളിച്ച് എൻ്റെ കാലും ഒരു തലയെണ്ണയുടെ സപ്പോർട്ടിലൊക്കെ വെച്ചിങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എന്നെ എടുത്ത് അതിനകത്ത് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. RCCക്കാർ എന്നെ കൈ ഒഴിഞ്ഞു. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ട്രോമാ കെയർ സംവിധാനങ്ങൾ അപര്യാപ്തമായതുകൊണ്ട് എന്നെ അവിടുന്ന് കിംസ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അന്ന് മുതൽ അവിടെ ഒരുപാട് സർജറികൾ ചെയ്തു. എല്ലാം ഒന്നും വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ചിലപ്പോൾ അത് കേട്ടിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്കിപ്പോൾ 34 വയസ്സുണ്ട്. ഈ 34 വയസ്സിനിടയ്ക്ക് ഞാൻ 20 ശസ്ത്രക്രിയകൾക്ക് വിധേയനായിട്ടുണ്ട്. ഈ 20 ശസ്ത്രക്രിയകൾക്ക് ഞാൻ കയറിയിറങ്ങിയ ഹോസ്പിറ്റലുകൾ 8 തിരുവനന്തപുരം RCC മെഡിക്കൽ കോളേജ്, കിംസ്, അനന്തപുരി ഹോസ്പിറ്റൽ, അങ്ങ് കടന്ന് അവസാനം വെല്ലൂർ CMC മെഡിക്കൽ കോളേജ് വരെ ഞാൻ ശസ്ത്രക്രിയകൾക്ക് വിധേയനായിട്ടുണ്ട്. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ ഭീകരമായിരുന്നു. 2018 എന്ന് പറയുന്ന ഒരു വർഷം മുഴുവൻ ഞാൻ കിടക്കയിലായിരുന്നു. ഒരു ദിവസം പോലും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ലാത്ത തരത്തിൽ ഞാൻ പൂർണ്ണമായും കിടക്കയിലായിരുന്നു. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ എല്ലാ ദൈനംദിന കൃത്യങ്ങളും പേരൻസിനാൽ സാധിക്കപ്പെടേണ്ട അവസ്ഥ. അങ്ങനെ ആ സമയത്താണ് ദുഷ്ടൻ്റെ തീയമ്പുകൾ ഒന്നൊന്നായി എൻ്റെ മേൽ വന്ന് പതിക്കാൻ തുടങ്ങി, അല്ലേ? ആക്ഷേപത്തിൻ്റെ, അപമാനത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, മുൻവിധിയുടെ. അങ്ങനെ ഒരു മനുഷ്യനെ എത്രത്തോളം തരത്തിൽ തകർക്കാമോ അതിലെല്ലാം തകർക്കുന്ന ഒരു കൂട്ടം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RSSകാരും BJPക്കാരും ബജ്രംഗ് ദളുകാരൊന്നും അല്ല നമ്മളെ തകർക്കാൻ വരുന്നത്. സ്തോത്രം. ആ തകർച്ചകളെയൊക്കെ നമുക്ക് ഈസിയായിട്ട് നേരിടാം. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മുടെ വിശ്വാസം പേറുന്ന മറ്റൊരു കൂട്ടം, സ്തോത്രം, അവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ പരിഹസിക്കാൻ പോകുന്നത്. കാരണം ഇവൻ ചെയ്തൊരു മഹാപാപം നിമിത്തം, ഇവൻ്റെ ജീവിതത്തിലെ ഏതൊക്കെയോ വലിയ കുറവുകൾ നിമിത്തമാണ് ഇത്തരത്തിൽ എങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കും. പക്ഷേ സ്തോത്രം, കുശവൻ്റെ പണിശാലയിൽ അവൻ ആവശ്യമുള്ള കണക്ക് അവൻ ആ കളിമണ്ണിനെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിവേകമുള്ളവൻ അനങ്ങാതിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കും. കാരണം അവൻ നാളെ ഏതവൻ്റെ ഷോക്കേസിൽ ഇരിക്കേണ്ടതാണെന്ന് കർത്താവാ തീരുമാനിക്കുന്നത്. അവനെ നാളെ എത്ര നല്ല മാനപാത്രമാക്കണമെന്ന് തമ്പുരാനാ തീരുമാനിക്കുന്നത്. സ്തോത്രം. മുൻവിധിച്ചവരല്ല, പരിഹസിച്ചവരല്ല, അപമാനിച്ചവരല്ല, ആക്ഷേപം പറഞ്ഞവരല്ല, അവൻ്റെ നാവിൻ തുമ്പിലല്ല ചരിത്രം ഉറങ്ങുന്നത്. ദൈവം അതിനുവേണ്ടി ചില കാര്യങ്ങളെ ചെയ്യും. ഞാൻ 2019 പ്രാരംഭത്തോടു കൂടെ ഡോക്ടർ എന്നോട് പറഞ്ഞ് കാലയിൽ ബ്രേസ് വെച്ച്, കാരണം എനിക്ക് ബാക്കി ഒത്തിരി പ്രവൃത്തികളൊക്കെ അവർ ചെയ്തു. ഇംപ്ലാൻ്റൊക്കെ നടത്തിയിട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇൻഫെക്റ്റഡ് ആവും. പിന്നെ ആ ഇംപ്ലാന്റിങ് ഊരി മാറ്റേണ്ടി വരും. അങ്ങനെയൊക്കെ ഈ ഇംപ്ലാന്റിങ് എന്നൊക്കെ പറയുന്നത് നല്ല സാമ്പത്തിക ചിലവുള്ള കാര്യങ്ങളാണ്. അത് ചെയ്തിട്ട് ആഴ്ചകൾ കഴിയുമ്പോൾ അത് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ നമ്മളത് ഊരിയിട്ട് കടയിൽ തിരിച്ചു കൊണ്ട് കൊടുത്താൽ ആ സാധനത്തിന് പൈസ കിട്ടത്തില്ല. അത് നമ്മൾ ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം. അങ്ങനെ നമുക്ക് എത്രയോ ഭീകരമായ എല്ലാ തരത്തിലും, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, അങ്ങനെ തകർന്ന് തരിപ്പണമായെങ്കിലും ആ സമയത്ത് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജ്യേഷ്ഠൻ ഈ രാജ്യത്തുണ്ട്. അവൻ ദീർഘവർഷങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾക്കൊരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഭവനമൊക്കെ കർത്താവ് ആ ദേശത്ത് തന്നു. ആ സമയത്ത് എനിക്ക് ഈ കഷ്ടം ഉണ്ടായപ്പോൾ പലരും വിചാരിച്ചു ചുളു വിലയ്ക്ക് ഈ വീടൊക്കെ ഞങ്ങൾക്ക് ഇഞ്ഞ് മേടിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം സാമ്പത്തിക ചെലവും അത്രത്തോളം തകർച്ചയിൽ കൂടെയാണ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എനിക്ക് സ്നേഹമുള്ള പലരെയും ഞാൻ ബന്ധക്കോസുകാരാക്കി. എന്തുവാ അവരെ സ്വർണ്ണമെല്ലാം മേടിച്ച് പണയം വെച്ചെന്ന്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടായി. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവിടെയും ദൈവം നമ്മളെ തകർത്തില്ല കേട്ടോ.
കാരണം നമ്മളെ മുൻവിധിച്ചവരുടെ മുമ്പിൽ അങ്ങനെ കൊടുക്കാനൊന്നും തമ്പുരാൻ അനുവദിക്കുകയില്ല. സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തോട് ആ സമയത്ത് കൂടുതൽ അടുക്കാൻ തുടങ്ങി. പലരും എന്നെ അപമാനിച്ചപ്പോൾ, കളിയാക്കിയപ്പോൾ എൻ്റെ തലയണ മുഴുവൻ ഉപ്പ് രസമുള്ള കണ്ണുനീരിങ്ങനെ വല്ലാതെ ധാരധാരയെ ഒഴുകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ആലയങ്ങൾക്കകത്ത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അന്യഭാഷ എൻ്റെ റൂമിനകത്ത് കിടന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആത്മാവിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നറിയാമോ? കാലെ ഭീകരമായ കമ്പിയൊക്കെ പേറി ഇങ്ങനെ കിടക്കുമ്പോൾ, സ്തോത്രം, ഇങ്ങനെ ഒരു സ്ക്രീനിനകത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയൊക്കെ ഇട്ട് ഒത്തിരി കഷ്ടപ്പാടുകൾ. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഒത്തിരി കഷ്ടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്തോത്രം, എൻ്റെ അകത്തെ വിശ്വാസം അത് മാത്രം എനിക്ക് കൈമുതലായിട്ട് കർത്താവ് തന്നു. ഇങ്ങേറ്റം ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ കയറാൻ പറ്റാതെ പുറത്തു നിന്ന് സ്തോത്രം പറഞ്ഞിട്ട് പോയവരെ എനിക്കറിയാം. എന്താണെന്നറിയാമോ? ഈ കാലിടയ്ക്ക് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ഒരു സ്റ്റിഞ്ച് സ്മെല്ല് വരും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്ത് നിന്ന് സ്തോത്രം പറഞ്ഞിട്ട് പോയവരെ എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും വിശ്വാസമൊക്കെ പറയും പ്രിയപ്പെട്ടവരെ. കഷ്ടങ്ങളുടെ ആഴങ്ങൾ എന്തുമ്പോൾ പലപ്പോഴും നമ്മുടെ കൂടെ നിൽക്കാൻ ആരും കാണുകയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നീ എവിടെ എത്ര തകർന്നാലും നിന്നെ ഉയർത്താമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഉയർത്തിയിരിക്കും. എൻ്റെ 28 വയസ്സ് കഴിഞ്ഞ് 29 വയസ്സ്, ഞാൻ 30 വയസ്സിനോട് അടുക്കുമ്പോൾ ഈ ബ്രേസ് എന്ന് പറയുന്ന ഒരു ഉപകരണമൊക്കെ വെച്ച്, അന്നാണ് ഞാൻ ഇവിടെ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്കൊരു പ്രത്യേക രീതിയിലൊക്കെ വളഞ്ഞ കാലും ഒരു വലിയ ചെരുപ്പുമൊക്കെ ആയിരുന്നു എനിക്ക്. അതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കുടുംബജീവിതം ഒന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തരത്തിൽ ഇതിലുള്ള കാലത്ത് ദൈവം എനിക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിത പങ്കാളിയെ തന്നു. സ്തോത്രം. എൻ്റെ കല്യാണം നടക്കാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുങ്ങുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, പെങ്കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചട്ടുകാലുണ്ടോ, മുടന്നുണ്ടോ, മന്ദബുദ്ധിയാണോ? സ്തോത്രം. രഞ്ജിത്ത് ബ്രദർ എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്. പുള്ളിക്കറിയാം എൻ്റെ വൈഫിനെയൊക്കെ. സ്തോത്രം. അവൾക്ക് ചട്ടുകാലും മുടന്തും ഒന്നുമില്ല. അവൾക്ക് ആകെ ഒരു ബലഹീനത ഉണ്ടെങ്കിൽ അത് ഞാനാ, വേറെ ബലഹീനതയൊന്നും ഇല്ല. സ്തോത്രം. അങ്ങനെയൊക്കെ പരിഹസിച്ചവരുണ്ട് പ്രിയപ്പെട്ട. ആ കാരണം എന്താ? ലോകത്തിൻ്റെ സിസ്റ്റം അങ്ങനാ അല്ലേ? ചെവിയാക്കാൻ വയ്യാത്ത ചെറുക്കനാണ് ചെവിയാക്കാൻ വയ്യാത്ത പെണ്ണിനെയാണ് കെട്ടുന്നത് അല്ലേ? സംസാരിക്കാത്ത ചെറുക്കനാണ് സംസാരിക്കാത്ത പെണ്ണിനെ ആയിരിക്കും കെട്ടുന്നത് അല്ലേ? മുടന്ത കാല് വയ്യാത്ത ഒരു ചെറുക്കനാണ് കാല് വയ്യാത്ത ഒരു പെണ്ണായിരിക്കും. അല്ലേ പെണ്ണിന് എന്തെങ്കിലും കുഴപ്പം കാണും. അവളുടെ മേലുള്ള വിളിയായിരുന്നു അവളുടെ ഏക കുഴപ്പം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം കർത്താവ് തന്നു. അന്ന് എന്നെ മുൻവിധിച്ച ലോകം അവരെ സാക്ഷ്യം നിർത്തി. ഞാൻ ഒരു 10-700 പേര്, ഞാൻ ഇതുപോലെ എന്നെ മുൻവിധിച്ച് തള്ളിയ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തെ ഉയർത്താനല്ലേ പിന്നെ ഞാൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? അങ്ങനെ ഒരു അവസ്ഥ ദൈവം എന്നെ എത്തിച്ചപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ സമയമില്ലാത്തതിനിടയ്ക്ക് ചോദിച്ച് വാങ്ങിച്ച് ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞു. അത് ഞാൻ ആ 10-600 പേരെ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ അത് പിന്നെ കണ്ടത് മില്യൺസാണ്. സ്തോത്രം. നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് പേരാണ് ആ സാക്ഷ്യം കേട്ടത്. അന്നും ഈ ആക്ഷേപങ്ങൾ ആൾക്കാർ പറയും. എന്തോ പറയുന്നറിയോ? ഇവന് ലക്ഷങ്ങൾ കിട്ടി. അത് ആക്ഷേപമല്ല, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇട്ടവർക്ക് കിട്ടിക്കാണ്, എനിക്ക് കിട്ടിയില്ല. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അതങ്ങനെ ലോകത്തിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെ. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയാൽ പുള്ളിക്ക് ഹവാല ഇടപാടുണ്ടെന്ന് പറയും. ഇപ്പം എന്നെപ്പറ്റി പറഞ്ഞെന്ന് പറയാമോ? ഇവന് മതപരിവർത്തനത്തിന് അമേരിക്കയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പൈസ വരുന്നുണ്ട്. സ്തോത്രം പറ. അത് ആരോപണമല്ല, അവർ അസൂയ കൊണ്ട് പറയുന്നതാണ്. നമ്മൾ അതിനൊക്കെ സ്തോത്രം പറയണം. എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു അച്ഛൻ പറഞ്ഞു, ഇയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, ഇയാൾക്ക് അമേരിക്കയിൽ നിന്നൊക്കെ ഒരുപാട് പൈസ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. അന്നൊക്കെ ഞാൻ ഈ പറയുന്ന സമയത്ത് എനിക്ക് അമേരിക്കയിലെ ജോ ബൈഡനെയും ബിൽ ക്ലിൻ്റനെയൊക്കെ അല്ലാതെ വേറെ ആരെയും അറിയത്തില്ലായിരുന്നു പുള്ളി ഇത് പറഞ്ഞ സമയത്ത്. സ്തോത്രം. കാരണം ഇവരെയൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ. പക്ഷെ പ്രിയപ്പെട്ടവരെ, അന്ന് എന്നോട് അത് പറഞ്ഞ ആൾക്ക് ഞാൻ ആമേൻ പറഞ്ഞാ. അവസാനം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അടുത്ത ചോദ്യം വന്നു. അങ്ങനെയാണല്ലോ, ഈ നാട്ടുകാർക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, അവരിങ്ങനെ ഇരിക്കുകയാണല്ലോ. അവർക്ക് അപ്പോയിൻറ്റഡാ, അവരെല്ലാം ഇങ്ങനെ അതിന് വേണ്ടി ഇരിക്കുക. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ എല്ലാ വക മീനും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ വകയും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനൊരു ഉത്തരം അന്വേഷിച്ച് ഞങ്ങൾ ചില ആ രംഗത്തുള്ള ആശുപത്രികളിലൊക്കെ പോയപ്പോൾ ആ ഡോക്ടർ എന്നെ അടിമുടി എത്തിച്ചൊന്ന് നോക്കും. ഈ ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം കൂടെ വെച്ചിട്ട് ഇയാളുടെ ദേഹം മൊത്തം കരിഞ്ഞിരിക്കുകയാണ്. പുള്ളിനോട് പറയാം, എന്തുമാത്രം കീമോ, റേഡിയേഷൻ, ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നൊക്കെ കയറി ഈ ശരീരം മൊത്തം ആകപ്പാടെ ഒരു വെന്ത പരുവത്തിലിരിക്കുക. ഇതൊക്കെ എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും? ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു,
നമ്മൾ ഇതുവരെ ജീവിച്ചത് വിശ്വാസത്തിലാണ്. അപ്പോൾ അവൾ എൻ്റെ കാര്യത്തെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇനിയും നമ്മൾ വിശ്വാസത്താൽ ജീവിക്കും. ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ പോയച്ചാ. സ്തോത്രം. ഞങ്ങൾക്ക് ദൈവം തലമുറയെ തന്നു. സ്തോത്രം. ഒന്നല്ല, അവളെ എൻ്റെ ഭാര്യ രണ്ടാമത്തെ പ്രഗ്നൻ്റാണ്. സ്തോത്രം. 2 വയസ്സുള്ളൊരു ആൺകുഞ്ഞിൻ്റെ അപ്പനാണ് ഞാനിപ്പോൾ. സ്തോത്രം. എന്നാൽ പ്രശ്നമുണ്ടായി കേട്ടോ. എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി ആ സമയത്ത് എൻ്റെ കാലയിലൊരു ഭീകര ഇൻഫെക്ഷൻ ഉണ്ടായി. രണ്ടാമത്തെ ആ വലിയ ഇൻഫെക്ഷൻ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ MRI റിപ്പോർട്ടിലേക്ക് ആ ഇൻഫെക്ഷൻ ഇങ്ങനെ മേളിലോട്ട് കയറുകയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇനി അതിനകത്ത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ഒപ്പീനിയൻസൊക്കെ എടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ എല്ലാം നിരാശപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി. 2021 ഒക്ടോബർ 28-ാം തീയതി എൻ്റെ വലത്തെ കാല് മുട്ടിൻ്റെ കുറച്ച് താഴെ വെച്ച് ആംബ്യൂട്ട് ചെയ്തു, മുറിച്ചു മാറ്റി. ഞാൻ കൃത്രിമക്കാലയിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ എന്നെ കണ്ടാലോ, എൻ്റെ നിപ്പ് കണ്ടാലോ, എൻ്റെ പോക്ക് കണ്ടാലോ, നടപ്പ് കണ്ടാലോ ഒന്നും പണ്ടത്തെ ഇല്ലേ രഞ്ജിത്ത് ബ്രദറെ? കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ പ്രത്യാശയോട് സ്മാർട്ടായിട്ട് സുന്ദരനായില്ലേ ഇപ്പം? ആ കൃപ. സ്തോത്രം. സന്തോഷത്തോടെ ലെവലെല്ലാം കർത്താവ് മാറ്റി കേട്ടോ. സ്തോത്രം. അന്ന് എനിക്ക് ചെരുപ്പൊക്കെ വേണമായിരുന്നു കയറി നിൽക്കണമെങ്കിൽ. ഇതും വെച്ചിട്ട് കുറേ നാൾ അങ്ങനെ വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അലൈൻമെൻറ്റിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാക്കി കൃപയാൽ നല്ല ആരോഗ്യത്തോടെ വേണമെങ്കിൽ ഒന്ന് ചാടുകയും ചെയ്യാം. അത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ ദൈവം മാറ്റി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിലേ, ഞാനൊരു ചെറിയ സാക്ഷ്യം കൂടെ പറഞ്ഞ്, അതൊരു സന്തോഷമുള്ള കാര്യം, അത്ഭുതമൊന്നും അല്ല കേട്ടോ. ദൈവം എന്നെ ആശ്വസിപ്പിച്ചൊരു ആശ്വാസത്തെ പറ്റി ഒന്ന് പറഞ്ഞ് ഞാനങ്ങിരിക്കാം. എൻ്റെ കാല് ആംബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിശ്ചയമായിട്ട് ഇപ്പം ഞാനിതൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിൽ ആ സമയത്ത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു അത്. കാരണം മനസ്സിലാക്കാം, എനിക്ക് അന്നേരം 32 വയസ്സുണ്ട്. 32 വയസ്സിൽ വലത്തെ കാല് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഏത് മനുഷ്യനെയും പോലെ എന്നിലും വല്ലാത്ത ദുഃഖം ഉളവാക്കിയൊരു സംഗതിയാണ്. അപ്പം ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവൾ പ്രഗ്നൻ്റാണ്. അവളുടെ ഉദരത്തിൽ അന്നേരം ഞങ്ങളുടെ കുഞ്ഞിന് ജസ്റ്റ് 10 വീക്സ് പ്രായമേ ഉള്ളൂ, 10 ആഴ്ചത്തെ പ്രായമേ ഉള്ളൂ. അപ്പോൾ ആംബ്യൂട്ടേഷൻ കഴിഞ്ഞ്, അപ്പോൾ ഈ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മയക്കിയിട്ടൊക്കെയാണല്ലോ ഈ ആംബ്യൂട്ടേഷൻ ചെയ്യുന്നത്. ആ സമയത്ത് ഡോക്ടേഴ്സ് സർജറി കഴിഞ്ഞ ഉടനെ ഡോക്ടർ പറയുന്നത് എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ എനിക്ക് നന്നായിട്ട് കേൾക്കാം. ഞാൻ ചെറിയൊരു മയക്കത്തിൽ കിടക്കുകയാണെങ്കിലും അവർ പറയുന്നത് എനിക്ക് കേൾക്കാം. അപ്പോൾ അന്ന് കോവിഡ് ടൈമാണ്. അപ്പോൾ വൈഫിനെ മാത്രമേ കൂടെ നിർത്തിയിട്ടുള്ളൂ, വേറെ ആരെയും നിർത്തിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറയാ, പുള്ളിക്കാരൻ്റെ വൈഫ് ബൈസ്റ്റാൻഡർ പുറത്തുണ്ട്, ഈ ആംബ്യൂട്ടഡ് ലെഗ്, അതായത് മുറിച്ചു മാറ്റിയ കാല് എന്ത് ചെയ്യണമെന്ന് അവരോട് ചോദിക്കാൻ, എൻ്റെ വൈഫിനോട് ചോദിക്കാനായിട്ട് ഡോക്ടർ പറയുന്നത് എനിക്ക് കേൾക്കാം. അതായത് വീട്ടിൽ കൊണ്ടുപോയി അടക്കുന്നോ അതോ വേറെ അവർ തന്നെ മറവ് ചെയ്താൽ മതിയോ എന്നുള്ള ആ ഒരു ചോദ്യം വൈഫിനോട് പോയി ചോദിക്കാൻ പുള്ളി പറയുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയി. എനിക്ക് ഒരു വല്ലാത്തൊരു ഇമോഷൻ ആ സമയത്തുണ്ടായി. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന എൻ്റെ ചിന്ത. പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്കിൻ്റെ ഒരു ആഴം എൻ്റെ അകത്തൊരു വല്ലാത്ത വേദനയുണ്ടായി. കാരണം നമ്മൾ ഇന്നുവരെ അങ്ങനെ ഒരു പുതിയ സാഹചര്യത്തിൽ ജീവിച്ചിട്ടില്ല. ഒരു പുതിയ തലത്തിലുള്ള ജീവിതം, ഒരു അംഗവൈകല്യത്തിൻ്റെ ജീവിതം, നമുക്ക് മുൻപരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരവസ്ഥ, അതൊരു ഭയങ്കര വേദനയുള്ള കാര്യമാണ്. അതിന് ഇനിയൊരു റിക്കവറി ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളെ വല്ലാത്ത മാനസിക വ്യഥയിലേക്ക് നയിക്കും. ഞാൻ ആ വേദനയുടെ ആഴങ്ങൾ ഏറ്റുകിടക്കുമ്പോൾ എന്നെ ICUവിൽ നിന്ന് മാറ്റി എൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ അടുത്തിരിക്കുമ്പോൾ ആ സമയത്ത് അവൾ എന്നെ കൊണ്ടുവന്ന് അവളുടെ ഫോണിനകത്തൊരു ഇൻഫോർമേഷൻ എന്നെ കാണിച്ചു. ദൈവം എത്ര വലിയവനാണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. എനിക്ക് വലിയ ദുഃഖമാണ് എൻ്റെ കാല് നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖം. ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖം വലുതാണെങ്കിൽ പോലും ദൈവം എന്നെ ആശ്വസിപ്പിച്ചത്. അപ്പോൾ ഈ എൻ്റെ പ്രിയപ്പെട്ടവൾ ഉദരത്തിൽ ഞങ്ങളുടെ കുഞ്ഞിന് 10 ആഴ്ചത്തെ പ്രായമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ 10ാമത്തെ ആഴ്ചയിലാണ് ഒരമ്മയുടെ ഉദരത്തിലുണ്ടാകുന്ന ഒരു കുഞ്ഞിന് കയ്യും കാലും ഒക്കെ നന്നായിട്ട് അതിൻ്റെ ഷേപ്പ് വരാൻ തുടങ്ങുന്ന ഒരു സമയം അതിൻ്റെ 10ാമത്തെ ആഴ്ചയിലാണ്. ഇതൊരു അറിവാണ്, ഇത് കേവലം ഒരു അറിവാണ്, ഇതൊരു അത്ഭുതമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു അറിവ് അതെൻ്റെ ഭാഗത്ത് ഉണ്ടാക്കിയൊരു എൻലൈറ്റ്മെൻറ്റ് അത് ചെറുതല്ല കേട്ടോ. കാരണം ദൈവം എന്നോട് പറഞ്ഞു, മോനെ, നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം, നിൻ്റെ വഴിയല്ല എൻ്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിൻ്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളിലും നിൻ്റെ വഴികൾ എൻ്റെ വഴികളിലും ഉയർന്നിരിക്കുന്നു. എൻ്റെ ഒരു അവയവം നഷ്ടപ്പെടുന്ന സങ്കടം മാറ്റാൻ എൻ്റെ രക്തത്തിൽ നിന്ന് അടുത്തൊരു തലമുറയ്ക്ക് കൈകാലുകളെ വിരിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് എൻ്റെ മോന് 2 വയസ്സുണ്ട്. അവൻ നല്ല ആരോഗ്യത്തോടെ ഓടി നടക്കുന്നത്, തുള്ളിച്ചാടുന്നത് ഒക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്കൊരു ബലഹീനതയുണ്ടെങ്കിലും ബലഹീനതകളില്ലാത്ത തലമുറകളെ ദൈവം എനിക്ക് തന്നു. എൻ്റെ ഭാര്യ ഇപ്പോൾ 2ാമത്തെ പ്രഗ്നൻ്റാണ്, 7 മാസം. ആ വേദനപ്പെടുന്ന ഘട്ടത്തിൽ ദൈവം ഞങ്ങളെ കൊണ്ട്
ഞങ്ങളുടെ അകത്ത് തന്ന നിയോഗത്താൽ ഞങ്ങൾ ആരംഭിച്ചൊരു ദൈവസഭ, എൻ്റെ വീട്ടിൽ തുടങ്ങിയൊരു പ്രാർത്ഥന ഇന്ന് കൊല്ലത്ത് ചീരങ്കാവെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാടക കെട്ടിടത്തിൽ നടക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരാധനാലയമാണ്. സ്തോത്രം. അതിനെ ദൈവം വളർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ആ ദേശത്ത് എന്ന് വെച്ചാൽ ഞാൻ എവിടെ തകർന്നോ, ആരെൻ്റെ തകർച്ച കണ്ടോ, ആരെൻ്റെ വീഴ്ച കണ്ടോ, അതേ മണ്ണിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഞങ്ങളെ കുടുംബമായിട്ട് കർത്താവ് ഉപയോഗിക്കും. സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നെ മുൻവിധിച്ചവരുടെ നടുവിൽ കാരണം എൻ്റെ മുൻപേ ഈ ഘട്ടത്തിൽ കൂടെ കടന്നവർ പലരും മരണത്തിന് കീഴടങ്ങിയപ്പോൾ ആ മുൻവിധികളിൽ അർത്ഥമുണ്ട്, അതിന് ബലമുണ്ട്, അതിന് ആഴമുണ്ട്. പക്ഷെ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവിലുള്ള വിശ്വാസം. ആ വിശ്വാസം മാത്രം കൈമുതലായി പിടിച്ചതുകൊണ്ട് അന്നെൻ്റെ സ്വപ്നത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ വിശ്വാസ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാണ് ഈ പുൾപിറ്റിലും എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. ഹല്ലേലൂയ. എൻ്റെ കാല് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രമുഖരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കാല് പോയില്ലേ, നഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ട് ഞാൻ സഹായിക്കാം, സ്വയം തൊഴിൽ ചെയ്യാൻ സർക്കാരിൽ നിന്ന് സഹായം മേടിച്ചു തരാം, ജോലി വാങ്ങിച്ചു തരാം. അങ്ങനെ പല ഓഫറുകൾ പറഞ്ഞ പ്രമുഖ വ്യക്തികളുണ്ട്. ലൈവ് ഉണ്ടായതുകൊണ്ട് ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല, പറഞ്ഞാൽ അറിയാവുന്നവരാണ് നിങ്ങൾ. സ്തോത്രം. അങ്ങനെ എന്നെ സഹായിക്കാമെന്ന് വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞവരുണ്ട്. അങ്ങേയറ്റം എന്നെ വചനം പഠിപ്പിച്ച എൻ്റെ അധ്യാപകരിൽ ചിലർ ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ എനിക്ക് ലൈബ്രറിയിലൊക്കെ എനിക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നിടത്ത് ജോലി തരാമെന്ന് പറഞ്ഞു. കാരണം അതാരും ശത്രുത കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ, സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. കാരണം എന്താ, ഞാൻ ബലഹീനനായി, എനിക്കൊരു പരിമിതി ഉണ്ടായി. ഞാനിത് പറയുമ്പോൾ റൂമിൽ ചെല്ലുമ്പോൾ എൻ്റെ കാല് ഊരി വെച്ചാൽ എനിക്ക് വാക്കർ വേണം നടക്കാൻ. സ്തോത്രം. ഞാനൊരു അംഗവൈകല്യമുള്ള വ്യക്തിയാണ്. പക്ഷേ അന്നും ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി എൻ്റെ സ്വർഗത്തിലെ അപ്പനോട് ചോദിച്ചു, അപ്പാ നീ എന്നെ മുറുക്കാൻ കടയിട്ട് ഇരിക്കാനും ലോട്ടറി കച്ചവടത്തിനുമായിട്ടാണോ എന്നെ ഇങ്ങനെ ആക്കി തീർത്തത്? അതിൻ്റെയൊക്കെ ഓഫറുകളായി ആൾക്കാർ പറയുന്നത്. അല്ലെങ്കിൽ ഒരു കസേരയ്ക്കകത്തിരുന്ന് കറങ്ങാനാണോ നീ എന്നെ വിളിച്ച്? അന്നേരവും കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ അവരുടെ വിചാരം അല്ലടാ എൻ്റെ വിചാരം. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കും, ഗിരികളുടെ മേൽ ഞാൻ നിന്റെ കാലുകളെ ഉറപ്പിക്കും. ആമേ, സ്തോത്രം. ഞാനൊരു കാര്യം പറയാം കേട്ടോ, കർത്താവ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് പുലർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാലില്ലെങ്കിലും നിന്നെ പുലർത്താൻ അവനറിയാം. കാലില്ലെങ്കിലും ഉന്നതങ്ങളിൽ നിന്നെ അവൻ നടത്തും. സ്തോത്രം. കാലുള്ളപ്പം നടക്കുന്നതിനേക്കാൾ ആവേശത്തോടെ, കാലുള്ളപ്പം ചെയ്തതിനേക്കാൾ ആവേശത്തോടെ, അന്ന് ചെയ്തതിനേക്കാൾ ആവേശത്തോടെ ഇന്ന് ഞാൻ എൻ്റെ കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. അവൻ്റെ ആയുധങ്ങൾ കരങ്ങളിലേന്തി അവൻ്റെ യുദ്ധക്കളത്തിലൊരു പോരാളിയായിട്ട്, സ്വത്രം. നമ്മുടെ കായികക്ഷമത തെളിയിച്ചാലേ ലോകത്തിലെ യോദ്ധാവാകാൻ നമുക്ക് കഴിയത്തുള്ളെങ്കിൽ, ആത്മലോകത്ത് യോദ്ധാവാകാൻ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിനക്ക് സ്വർഗവുമായിട്ട് കണക്റ്റഡ് ആകപ്പെടുന്ന ഒരു അനുഭവമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലേ, എന്ത് തകർച്ച വരട്ടെ, ഏത് തകർച്ച വരട്ടെ, അവിടെ നിന്ന് നിന്നെ പൊക്കിയെടുക്കാൻ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നെപ്പോലെ രോഗം വന്നവർ പലരും മരണത്തിന് കീഴടങ്ങി തകർന്ന് തരിപ്പണമായി, അല്ലെങ്കിൽ അത്തരത്തിൽ പല കുടുംബങ്ങളും തകർന്നു പോയപ്പോൾ എന്നെ തിരിച്ചു പിടിച്ചത് ഒറ്റ കാര്യം മാത്രമാണ്, അതെൻ്റെ കർത്താവ്. സ്തോത്രം. കർത്താവിന് എന്നെ പറ്റിയുള്ള പദ്ധതി മാത്രമാണ് എനിക്കുള്ള പിടിവള്ളി. നടുകടലിൽ വീണ എൻ്റെ മുമ്പിലുള്ള ഏക പിടിവള്ളി കർത്താവിന് എന്നെ പറ്റിയുള്ള പദ്ധതി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നിങ്ങളെപ്പറ്റി കർത്താവിനുള്ള പദ്ധതി, നിങ്ങളെപ്പറ്റി ദൈവത്തിനുള്ള പ്ലാൻ. കുഞ്ഞെ, നീ അതിലേക്ക് നോക്ക്. മനുഷ്യൻ്റെ വാക്ക് കേൾക്കണ്ട. മനുഷ്യർക്ക് നിങ്ങളുടെ ഇന്നിനെ അറിയാം, നിങ്ങളുടെ ഇന്നലകളെ അറിയാം. പക്ഷെ നിങ്ങളുടെ നാളുകളെ അറിയുന്നവൻ അത് കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് അവൻ്റെ ആയുധങ്ങളായ സത്യവും നീതിയും ഒരുക്കവും, ആമേൻ, സ്തോത്രം, വിശ്വാസവും വചനമെന്ന വാളുമൊക്കെ എടുത്തുകൊണ്ട് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു പോരാളിയെ പോലെ, ഒരു പടയാളിയെ പോലെ, ഒരു കരുത്തുള്ളവനെ പോലെ ശക്തമായിട്ട് ആത്മാവിൻ്റെ ശക്തിയിൽ, ആത്മാവിൻ്റെ ബലത്തിൽ, ആത്മാവിൻ്റെ ആയുധങ്ങൾ ധരിച്ചവരായി ഈ പോർക്കളത്തിൽ നമുക്ക് പോരാടാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. സമയം ഒരുപാട് മുന്നോട്ട് പോയല്ലോ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി നടക്കും.
മുൻവിധിച്ചവർ, പരിഹസിച്ചവർ, അപമാനിച്ചവർ, അവൻ എഴുതി തള്ളിയവരുടെയൊക്കെ നടുവിൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യർ പലതും പറയും, പക്ഷെ നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ ഹിതം അതേ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാം. അതിന് വിലങ്ങുതടിയാകുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. സ്തോത്രം. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ, കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ കേട്ട വചനം നിമിത്തം ഈ ജനം ശുദ്ധിയുള്ളവരാകട്ടെ. ഇവരുടെ മേലുള്ള മുൻവിധികൾ മാറട്ടെ, ഇവരുടെ മേലുള്ള ആക്ഷേപങ്ങൾ മാറട്ടെ, ഇവരുടെ മേലുള്ള അപമാനങ്ങൾ മാറട്ടെ കർത്താവേ. അതിൻ്റെ തീയമ്പുകളെ ഒക്കെ കെടുക്കുവാൻ ഇവരുടെ അകത്ത് വിശ്വാസത്തിൻ്റെ പരിച, അതിൻ്റെ ശക്തി, അതിൻ്റെ ബലം ഏറി വരട്ടെ അപ്പച്ച. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ഒരു എളിയ ദാസൻ എന്ന നിലയ്ക്ക് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചന നിമിത്തം ഈ ജനത്തെ അങ്ങ് ബലപ്പെടുത്തണമേ. അവരുടെ ജീവിതത്തെ കർത്താവ് പണിയണമേ. ദൈവത്തിൻ്റെ കൃപ അധികമായിട്ട് ജനത്തിൻ്റെ മേൽ പകരപ്പെടട്ടെ. ദേശത്തിൻ്റെ നടുവിൽ ശക്തമായിട്ട് ദൈവസഭയെ കർത്താവ് നിലനിർത്തണമേ. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ആയിരങ്ങളെ ക്രിസ്തുവിങ്കലേക്ക് ആദായപ്പെടുത്തുവാൻ ഈ സമൂഹത്തെ കർത്താവ് അവിടുത്തെ ജീവിക്കുന്ന സുവിശേഷങ്ങളാക്കി ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കണമേ. അവിടുത്തെ ശക്തി ജനത്തിൻ്റെ മേൽ പകരുമാറാകണം. മഹത്വമെല്ലാം തിരുമേനിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.